ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ ഗൗരിയും അതുപോലെ തന്നെ ആദർശൂടെ ചെന്ന് നമ്മുടെ ഹർഷൻ വക്കീലുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും വക്കീൽ ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ല പിന്നെ എന്തുകൊണ്ടാണ് മറ്റു വക്കീലന്മാരൊന്നും ഈ കേസ് ഏറ്റെടുക്കാത്തത്? അത് എല്ലാവർക്കും ആ മനുഷ്യനെ അതുകൊണ്ടാണ്. ഞങ്ങളുടെ അച്ഛൻ്റെ തെറ്റുകൊണ്ടല്ല, പക്ഷേ ചാരങ്ങാട്ട് മഹാദേവനെ ഭയമുള്ളത് കൊണ്ടാണ് വക്കീലന്മാർ ഈ കേസ് ഏറ്റെടുക്കാത്തത്. ചാരങ്ങാട്ട് മഹാദേവൻ ഏത് നമ്മുടെ സാമുദായിക നേതാവ് ചാരങ്ങാട്ട് മഹാദേവനാണോ എന്ന് ചോദിച്ചു. അതെ, അത് തന്നെയാണ് സർ. അല്ല, അയാൾ എന്തിനാ ഈ കേസിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? അത് പിന്നെ എന്ന് ഗൗരി ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ ശങ്കർ കയറി വരുവാണ്. കാര്യമുള്ളത് കൊണ്ട് തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശങ്കറിൻ്റെ വരവ്. അപ്പോഴേക്കും ഇവർ പേടിച്ചു കേട്ടോ. എന്തൊട്ട് കാര്യമെന്ന് തനിക്ക് മനസ്സിലായോ? ചാരങ്ങാട്ട് മഹാദേവൻ എൻ്റെ അച്ഛനാണ്. സ്വന്തം മോൻ്റെയും മരുമോളുടെയും കാര്യമായതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ എല്ലാത്തിലും ഇൻവോൾവ് ആവുന്നത്. ഈ കേസും ബുക്കാറും ഒന്നുമില്ലാതെ ശ്യാം സാറിന് സുഖമായിട്ട് ഊരിപ്പോരായിരുന്നോ? നമ്മുടെ അച്ഛൻ എത്ര തവണ പറഞ്ഞാന്നറിയോ? പക്ഷേ ശ്യാം സാറ് കേൾക്കണ്ടേ. അതുകൊണ്ടാണ് ഇപ്പം ഈ കുരുക്കായത്. പക്ഷേ എൻ്റെ ഗൗരിക്കും അളിയൻസിനും എൻ്റെ വാഷ് ഔട്ട് ടീംസിൻ്റെയൊക്കെ പുറകെ നടക്കേണ്ടി വന്നോന്നേ. താനേ ചാരങ്ങാട്ട് മഹാദേവനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് അന്വേഷിച്ച് വെക്കണം കേട്ടോ. തൻ്റെ ആരോഗ്യത്തിന് നല്ലതാട്ടോ. ഗൗരി, അളിയൻസേ വന്നേ. എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാറ്റർ പറയാനുണ്ട്. ശങ്കർ, ഞങ്ങൾ കേസിൻ്റെ കാര്യം സംസാരിക്കില്ലേ? ശങ്കർ, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാനോ? ഞാനോ? പറ്റില്ല ഗൗരി, പറ്റില്ല എന്ന് പറഞ്ഞു. ഗൗരി, എനിക്കിപ്പം തന്നെ നിന്നോട് സംസാരിക്കണം, അത് മസ്റ്റാട്ടോ എന്ന് പറഞ്ഞു. ഇവിടെ വെയിറ്റ് ചെയ്യാം. നീ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നേ. ഞാൻ വരാം ശങ്കർ അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ നേരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇയാളുടെ അടുത്ത് നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ സോറി എന്ന് ഗൗരി വക്കീലിനോട് പറയാം. അപ്പം പകുതി എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട്, അളിയൻസേ ഗൗരി, ഇയാൾ കേസൊന്നും ഏറ്റെടുക്കില്ല കേട്ടോ എന്ന് ശങ്കർ പറഞ്ഞു. പറഞ്ഞേക്കാം. എന്നിട്ട് വീണ്ടും ശങ്കർ അപ്പുറത്തേക്ക് അങ്ങ് നടന്നുപോയി. ശങ്കർ പറഞ്ഞതൊന്നും വേണ്ട എന്നുള്ള മട്ടിൽ വക്കീൽ ഇങ്ങനെ കാണിച്ചു. ഈ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗൗരി, ഹസ്ബൻഡിനോടൊന്ന് പറയണം. താൻ ശങ്കർ മഹാദേവനെക്കുറിച്ചും ചാരങ്ങാട്ട് മഹാദേവനെക്കുറിച്ചും നന്നായിട്ട് അറിയാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയണം. ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹർഷൻ ഒരു വെല്ലുവിളിയായിട്ട് തന്നെ അതങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ പിന്നെ കാണുന്നത് ഗൗരീനെയും അതുപോലെ തന്നെ ശങ്കറിനെയാണ്. അതെ, ആ വേട്ടാവളയും വക്കീല് നിന്റെ കേസ് ഏറ്റെടുക്കില്ല. അളിയൻസിനോട് അയാളോട് സംസാരിച്ച് വെറുതെ സമയം കളയാതെ ഇങ്ങോട്ട് വരാൻ പറ. എനിക്കറിയാൻ മേലാതിട്ട് ചോദിക്കാം. നമ്മുടെ ശ്യാം സാറിൻ്റെ കേസ് ഏൽപ്പിക്കാൻ നിനക്ക് ഈ വാഷ് ഔട്ട് വക്കീലിനെ മാത്രമേ കിട്ടിയുള്ളൂ. ശങ്കർ കണ്ടതല്ലേ, നമ്മൾ എത്ര വക്കീലുമായിട്ട് സംസാരിച്ചതാ. പക്ഷേങ്കിൽ ആരെങ്കിലും ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായോ? അത് ശരിയാ. ഒരു വക്കീൽ കണ്ടെത്താനായിട്ട് എന്നെ സഹായിക്കുമെന്ന് ശങ്കറും എനിക്ക് വാക്ക് തന്നതല്ലേ. എന്നിട്ട് എന്താ ചെയ്യണത്? കാര്യം നിനക്ക് വാക്ക് തന്നു എന്നുള്ളത് സത്യ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും വക്കീലന്മാരുള്ള ഈ സ്ഥലത്ത് ഒരു വക്കീലിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടും നിനക്ക് ഇവനെ മാത്രമേ കിട്ടിയുള്ളൂ അല്ലേ? മത്താപ്പ എന്നോട് വഴക്കിട്ടത് കണ്ടതല്ലേ? ആരാ ആദ്യം വഴക്കുണ്ടാക്കിയത്? അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക അല്ലേ ഗൗരി? ശ്യാം സാറിൻ്റെ കേസ് അവന് നമ്മൾ കൊടുക്കുന്നില്ല, അത്ര തന്നെ കാര്യം. അപ്പത്തേനും ഇംഗ്ലീഷിൽ 2 വർത്തമാനം അങ്ങ് പറഞ്ഞു ഗൗരി. നീ എന്താ ഗൗരി ഈ പിറുപിറുക്കുന്നത്? എന്താ നീ എന്നെ തെറി പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. ശങ്കർ, എത്ര വക്കീലന്മാരുമായിട്ട് നമ്മൾ സംസാരിച്ചതാ. ശങ്കർ ഇതൊക്കെ കണ്ടതല്ലേ. ഇത്രയും വക്കീലന്മാരുണ്ടായിട്ടും ഒരാളെ പോലും നമ്മളെ കിട്ടാണ്ടിരിക്കണമെങ്കിൽ അതിനെന്തേലും കാരണം ഉണ്ടാവുമല്ലോ. അതെ, കാരണം ഉണ്ടാവും. അത് ഇതുവരെ ശങ്കൻ എന്താ മനസ്സിലാവാത്തത്? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഗൗരി. പക്ഷേ എനിക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവാത്ത അംബേസ്ഡ് ആവാന്ന് ഒന്നും മനസ്സിലാക്കല്ലേ കേട്ടോ. അങ്ങനെയൊന്നും നീ വിചാരിച്ചേക്കരുത്, പറഞ്ഞേക്കാം. ശങ്കറിന് ഇതൊക്കെ കണ്ടിട്ട് എന്താ മനസ്സിലായത്? ഇതിപ്പം എന്താ ഇത്ര മനസ്സിലാക്കാതിരിക്കുന്നത്? ഇത് വലിയ ഇൻ്റർനാഷണൽ കാര്യമാണോ? ഇത് സിമ്പിൾ കാര്യം. കാർത്തിട്ട കോട്ടുകാരനായതുകൊണ്ട് മാത്രം, വക്കീൽ ചുള്ളനായതുകൊണ്ട് മാത്രം ഈ കേസ് ജയിക്കണമെന്നില്ല. അത് നീ ആദ്യം മനസ്സിലാക്കുക. ആ വാഷ് ഔട്ട് ഉണ്ടല്ലോ, ഒരിക്കലും ഒരു കേസ് ജയിക്കില്ല. നമ്മുടെ കേസ് തോറ്റുപോകും. എങ്ങോട്ട് ഇവനെ കൊണ്ട് പോയാലും ഉറപ്പാ
അവനെ കണ്ടറിയില്ലേ ഗൗരി? അവനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. അതെ, താനീ അംബീസിക്കടാവ്. ഈ കേസ് അയാൾ തന്നെ വാദിക്കും. ഓഹോ, അപ്പം നീ എല്ലാം തീരുമാനിച്ചതല്ലേ? നീ ഇപ്പം ജഡ്ജായല്ലോ. എന്നാ പിന്നെ നിനക്കിപ്പോൾ പുതിയ വക്കീലെ കിട്ടിയല്ലോ. എനിക്കിപ്പം നിനക്ക് എൻ്റെ ആവശ്യം എന്താ? ഞാൻ പൊക്കോളാം. എനിക്ക് ഇതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. ശങ്കർ, എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. ഒന്നും മനസ്സിലാക്കാനില്ല. ഞാൻ ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ നീ അത് ചെയ്യും. എൻ്റെ അച്ഛൻ നിനക്ക് എത്രമാത്രം സ്നേഹവും ബഹുമാനവും ഒക്കെ തരുന്നുണ്ട്. എന്നിട്ടും നീ വല്ല മൈൻഡ് ചെയ്യുന്നുണ്ടോ ഗൗരി? എൻ്റെ വാക്കിന് നീ വല്ല വിലയും കൽപ്പിക്കാറുണ്ടോ? എലക്ഷൻ കഴിഞ്ഞിട്ട് ശ്യാം സാറിനെ പുറത്തിറക്കാം എന്ന് അച്ഛൻ എല്ലാ കാര്യവും നോക്കിക്കോളാന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് നീ അത് കേട്ടോ? നിനക്കെപ്പോഴും തിരക്കല്ലേ? നടക്കട്ടെ, എന്തുട്ടാന്ന് വെച്ചാൽ നടക്കട്ടെ. നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ. ഞാനിവിടെ ഒരു അധികപ്പറ്റ, ഞാൻ പോവാ എന്ന് പറഞ്ഞാൽ ശങ്കർ പോവാൻ തുടങ്ങി. അപ്പോഴത്തേനും ഗൗരി കൈക്ക് കയറി പിടിക്കുക. ശങ്കർ, അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. അതെ, ഞാൻ തൃശ്ശൂർക്കൊന്നും അല്ലട്ടോ പോണത്. ഞാൻ ഇവിടെ തിരുവനന്തപുരത്തുണ്ടാവും. നീ ഫ്രീ ആകുമ്പോൾ പറ, ഞാൻ എന്താണേലും വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞാൽ ശങ്കർ അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അപ്പോൾ എന്താണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലാണ് ആളുടെ പോക്ക്. അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കിയിട്ട്, എൻ്റെ മുന്നിലെ എല്ലാ വഴികളും അടയ്ക്കുന്നത് ശങ്കറിൻ്റെ അച്ഛൻ തന്നെയാണ്. ഞാൻ എങ്ങനെയാ ശങ്കറിനെ പറഞ്ഞൊന്നും മനസ്സിലാക്കുന്നത് എൻ്റെ ഈശ്വര എന്നോർത്ത് ഗൗരി ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതേണ്ട ശങ്കർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മഹാദേവൻ ഫോണിലേക്ക് വിളിക്കുക. ആ അച്ഛാ, എടാ കുട്ടിശങ്കരാ, നീ എവിടെയാടാ? ഡാ, നിനക്ക് എന്തുട്ടാടാ ഒരു സുഖക്കുറവ്, ഒരു സന്തോഷമില്ലായ്മ? ഓ, ഒന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞു. ആ, അങ്ങനെയല്ലല്ലോ, എന്തോ കാര്യമുണ്ടല്ലോ. അച്ഛൻ്റെ കുട്ടിശങ്കരൻ എന്താ ആരോടെങ്കിലും വഴക്കിട്ടോ? ഞാൻ ആരോടും വഴക്കിട്ടിട്ടില്ല. അച്ഛനിപ്പോൾ എന്തിനാ ഇങ്ങ് വിളിച്ചത്? ഇതറിയാനാ? ഡാ കുട്ടിശങ്കര, നീ എന്താടാ, എന്തൊട്ടിനാടാ അച്ഛനോട് നീ ചൂടാകണത് എന്ന് ചോദിച്ചു. അതെ, പിന്നെ ശരി, അതൊക്കെ നീ പോട്ടെ, കാര്യം പറ. പിന്നെ അവിടെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിച്ചു. അപ്പോഴും ശങ്കറിന് ദേഷ്യം വരുന്നുണ്ട്. അതെ, നിന്റെ പെണ്ണുപിള്ളയ്ക്ക് ഏതെങ്കിലും വക്കീലന്മാരെ കിട്ടിയോ? സത്യത്തിൽ പാവമുണ്ട് കേട്ടോടാ. ശരിക്കും സ്വന്തം അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടേ ആ പാവം പെങ്കൊച്ച് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. എന്തുമാത്രം വക്കീലന്മാരുടെ കാല് പിടിക്കുന്നു. കഷ്ടം തന്നെയല്ലേ? എന്ത് ചെയ്യാനാടാ? ഒരാൾ പോലും ആ കേസ് ഏറ്റെടുക്കാൻ താല്പര്യമില്ല അല്ലേടാ? ഷോ, എന്താ ചെയ്യുക? കഷ്ടം. ഇപ്പോഴും ഓരോരുത്തരെയും കിട്ടിയില്ല അല്ലേ? ഒരു വേട്ടാവളിനെ കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവൻ്റെ ചങ്കില ഇടുത്തി വീണ പോലായിപ്പോയി. ശരിക്കും മഹാദേവൻ എല്ലാവരും വിലയ്ക്ക് വെച്ചിരുന്ന, പക്ഷെ ഇതാരാ വീണത് എന്ന് മഹാദേവന് മനസ്സിലായില്ല. എന്തൊട്ട്? നീ എന്തൊട്ടാടാ പറഞ്ഞത് എന്ന് ചോദിച്ചു. വക്കീലിനെ കിട്ടിയെന്നോ? ആ, ഓ കിട്ടി. ആര്? ഏതാവൻ എന്ന് ചോദിച്ചു. ഏതോ ഒരുത്തൻ, എനിക്കറിയില്ല. എടാ കുട്ടിശങ്കര, അവൻ്റെ പേരെന്തുട്ടാന്നാ ചോദിച്ചത്. ഞാൻ അവൻ്റെ പേര് നാളൊന്നും ചോദിക്കാൻ പോയില്ല എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ വേറെ പണിയൊന്നുമില്ലേ? അല്ല, അച്ഛൻ ആ വാഷൗട്ട് വക്കീലിൻ്റെ പേരറിഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? അല്ലടാ കുട്ടിശങ്കര, അത് പിന്നെ അച്ഛന് വേറെ ഒരു ജോലിയില്ലേ എന്ന് ചോദിച്ച് കുട്ടിശങ്കരൻ ഫോൺ കട്ടാക്കി. അപ്പം മഹാദേവനെ നിൽക്കുകയാണ് കേട്ടോ. ഷോ, അതാരാടാ അങ്ങനെ ഒരുത്തൻ? ചാരങ്ങട്ട് മഹാദേവനെ പേടിയില്ലാത്ത ഒരു മുതല്. എങ്കിൽ കാണണമല്ലോ, ആരാന്ന് എനിക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞ് മഹാദേവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത പണി കൊടുക്കാനായിട്ട് തയ്യാറായി. അപ്പോൾ മഹാദേവൻ സന്തോഷിച്ചിരുന്നാണ് ഗൗരിയെ ആരും സഹായിക്കില്ല എന്ന്. പക്ഷേങ്കിൽ ഗൗരിയും ആദർശോട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം ശങ്കർ ഇവിടെ എന്നെ ഇവിടെ വിട്ടിട്ട് പോയി. അപ്പോൾ തൃശ്ശൂരിന് പോയോ? ഇല്ല ആദർശേട്ടാ, തൃശ്ശൂർക്ക് പോയിട്ടില്ല, ഇവിടെ എവിടെയോ ഉണ്ട്. കാര്യങ്ങളൊക്കെ കഴിയുമ്പം വിളിക്ക്, വന്ന് കൂട്ടിക്കൊണ്ട് പോവാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ഹർഷൻ അങ്ങോട്ടേക്ക് വരുന്നത്. അതെ, നിങ്ങൾ രണ്ടുപേരും ശ്യാം സാറിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള വകുപ്പൊക്കെ നമുക്ക് ആലോചിക്കാന്നേ. ധൈര്യമായിട്ടിരിക്കുക. അല്ല ഡോ, സാറിന് ജാമ്യം കിട്ടും, ധൈര്യമായിട്ടിരിക്കുക ഗൗരി എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടുപേരുടെയും മുഖത്ത് ഒരു സന്തോഷവും. എന്താ രണ്ടുപേരുടെയും മുഖത്തൊരു സംശയമുള്ള പോലെ? ഓ, മനസ്സിലായി. മുമ്പ് ചില വക്കീലന്മാരിങ്ങനെ ഉറപ്പ് തന്നിട്ടുണ്ടല്ലേ, ശ്യാം സാറിന് ജാമ്യം കിട്ടും, ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം ആ കേസിൽ നിന്ന് പിന്മാറി. അതല്ലേ? അതെ, മറ്റുള്ളവരുടെ ഭീഷണിക്ക് വഴപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരു സഹായം ചെയ്തു തരണം. പറ സാർ എന്ന് പറഞ്ഞു. വേണ്ട, ഹർഷൻ എന്ന് വിളിച്ചാൽ മതി, സാർ എന്നൊന്നും വേണ്ട. ഹർഷൻ പറയൂ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. പറയാം, മറ്റൊന്നുമല്ല,
ഈ കേസ് ജയിക്കണമെങ്കിൽ ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ പുള്ളി തൊടാതെ സത്യസന്ധമായിട്ട് നിങ്ങളെന്നോട് തുറന്നു പറയണം. പറയാം. ഗുഡ് എന്നാൽ പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിയും ആദർശയുടെ നടന്ന സംഭവങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ നമ്മുടെ ഹർഷനോട് പറയുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയും ശങ്കറിനെയാണ്. അപ്പോൾ രണ്ടുപേരുടെ ചാരങ്ങാട്ടേക്ക് തിരിച്ചെത്തിയിട്ടോ. അപ്പോൾ അതേടെ നമ്മുടെ പെട്ടെന്ന് തന്നെ മഹാദേവനും അതുപോലെ തന്നെ രാധാമണി തങ്കച്ചിയും പിള്ളച്ചേട്ടനും ശേഖരനും ഒക്കെ കൂടെ അങ്ങ് ചെന്നു. എടാ കുട്ടിശങ്കര, എങ്ങനെയുണ്ടടാ പുതിയ വക്കീല്? മിടുക്കനാണോ എന്ന് ചോദിച്ചു. ആ, ശ്യാം സാറിനെ പുല്ലുപോലെ ഇറക്കിക്കൊണ്ട് വരണ്ടടാ, അതാ ചോദിച്ചത്. എല്ലടോ പിള്ളേ? അതെ അതെ അതെ, ഒരു ക്വാശിനും കൊള്ളാത്തൊരു വക്കീല്, ഒരംബിയസ്ഡാവ്. ഞാൻ പറഞ്ഞതാ അപ്പോഴേ അയാളൊരു വേട്ടാവളിയനാണെന്ന്. എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. അവൻ്റെ ഒരു ഒടുക്കത്തെ ജാട. അങ്ങനെയാണെ പിന്നെ എന്തിനാടാ അവനെ വെച്ചത്? കൊള്ളാവുന്ന വല്ലവരെ ഏൽപ്പിക്കട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ രാധാമണി തങ്കച്ചി പറയാണ്, അതെ, ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ഭാര്യ ചെയ്യുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല എന്ന് പറഞ്ഞു. ആ, ശങ്കർ കുഞ്ഞിനെ ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിലേ ആ വക്കീലിനെ അങ്ങ് വേണ്ടാന്ന് വെച്ചേക്കണം എന്ന് ഉടനെ പിള്ളച്ചേട്ടനും. ഇവിടെ വക്കീലന്മാർക്കാണോ ക്ഷാമം? അല്ല പിന്നെ. അച്ഛാ, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ എനിക്കൊരു വക്കീലിനെ കിട്ടിയത്. അയാൾ പോയെങ്കിൽ അല്ലെങ്കിൽ അയാൾ വേണ്ട എന്നാണെങ്കിൽ അയാളെ ഒഴിവാക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. അച്ഛൻ അയാളെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അപ്പം ഞാൻ അയാളെ ഒഴിവാക്കും. അതെ, ആ വക്കീൽ വേണ്ടെന്ന് ഇദ്ദേഹം മോളോടൊന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനേ എന്ന് പറഞ്ഞു മഹാദേവൻ പറയാൻ തുടങ്ങിയപ്പോഴത്തേനും ഗൗരി കൈ ഇങ്ങനെ വച്ചിട്ട്, അതെ ഒരു മിനിറ്റേ, അതിന് പകരമായിട്ട് അച്ഛൻ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം കേട്ടോ എന്ന് പറഞ്ഞു. ഒരു 1.5 അടിയായിപ്പോയി മഹാദേവന്. ഒരു നല്ല വക്കീലിനെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ടൊന്ന് കണ്ടെത്തി തരണം എന്ന് പറഞ്ഞു. അടിപൊളി. നീ എന്തൊട്ടാ ഗൗരി പറയണതെന്ന് ചോദിച്ചു ശങ്കർ. നമ്മുടെ അച്ഛനെ എന്തൊട്ടാ കുറിച്ചാണ് നീ അറിയാ? എൻ്റെ അച്ഛനല്ലേ ഈ ചാരങ്ങാട്ട് മഹാദേവൻ വിചാരിച്ചാണ്ടല്ലോ ഒന്നല്ല ഒരു 100 വക്കീലന്മാരെ എന്താ പറയുക പൂരത്തിന് ആൾ നിൽക്കുന്നത് പോലെ നിരന്നങ്ങ് നിൽക്കും. കാണണോ? നമ്മൾ ഈ കേസും കൂട്ടൊക്കെ ആദ്യമായിട്ട് കാണുവാണോ? അല്ല അച്ഛാ എന്ന് ചോദിച്ചു ശങ്കർ. അച്ഛനൊന്നും പറഞ്ഞില്ല. അതെ, ഇദ്ദേഹം ഇനി എന്തോ പറയാനാ എന്ന് ചോദിച്ചു പിള്ളച്ചേട്ടൻ. ഡോ മിണ്ടല്ലോ കേട്ടോ. എടാ കുട്ടിശങ്കര, നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളുടെ ഇഷ്ടത്തിന് എന്താ വച്ചാ ചെയ്യട്ടെ. നിങ്ങളുടെ കാര്യത്തിലുണ്ടല്ലോ ഇനി ഒന്നിനും ഇടപെടലും വരുന്നില്ല എന്ന് പറഞ്ഞു. ഡോ പിള്ളേ, ഇങ്ങോട്ടേക്ക് വാടോ എന്ന് പറഞ്ഞു. അയ്യോ അച്ഛാ, ഒരു മിനിറ്റേ, ഒന്ന് നിന്നേ. അല്ല, അപ്പോൾ ഈ വക്കീൽ തന്നെ കേസ് വാദിക്കട്ടെ അല്ല അച്ഛാ എന്ന് ചോദിച്ചു. ഒരാക്കിയ ചോദ്യം. അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായേ. മരുമോളോ ഇദ്ദേഹത്തിൻ്റെ വെച്ചതാണല്ലോ എന്ന് പിള്ളച്ചേട്ടൻ. എടോ പിള്ള തന്നെ ഞാൻ എന്ന് പറഞ്ഞ പിള്ളയോട് ദേഷ്യപ്പെട്ട് മഹാദേവൻ അങ്ങ് പോയി. അപ്പത്തേനും പുറകെ ശേഖരനും വന്നു. അപ്പോൾ ശേഖരനും പോയിട്ടോ. ആ സമയത്ത് രാധാമണി ഉടനെ ന്യായീകരിക്കണമല്ലോ. അപ്പോൾ വേഗം തന്ന അമ്മാമ്മ പറയാണ്, അതെ, അച്ഛന് ഒരു വക്കീലിനെ കണ്ടെത്തി തരാൻ പറ്റിയല്ലാഞ്ഞിട്ടോ, അല്ല അദ്ദേഹത്തിന് കഴിവില്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, അത് നിനക്കറിയാലോ. പക്ഷേ അപ്പം ഒന്നും മിണ്ടുന്നില്ല. നിൻ്റെ അവസ്ഥ ഓർത്തിട്ട് നിൻ്റെ അച്ഛന് നല്ല വേദനയുണ്ട് ശങ്കര. എന്താണെന്നറിയോ? അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം, ഒരേ ഒരു കാര്യമെങ്കിലും നീ പറയുന്നത് ഇവളനുസരിക്കുമോ? എങ്കിൽ വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. നിന്റെ വിധി, അല്ലാതെ ഞാൻ എന്ത് പറയാനാ എന്ന് ചോദിച്ച് രാധ ഒരു കുത്തങ്ങ് വച്ചു കൊടുത്തിട്ട് രാധയും അപ്പുറത്തേക്ക് പോയി. എനിക്കിഷ്ടമില്ലാത്ത കാര്യം ചെയ്യണമെന്ന് നിനക്ക് എപ്പോഴും വാശിയല്ലേ? നീ അതിന് ആനന്ദം കണ്ടെത്തല്ലേ? എന്നാൽ ഇതൊക്കെ പ്രതികാരത്തിൻ്റെ ഭാഗമാണോ? നീ ആ വക്കീലിൻ്റെ കാര്യത്തിൽ അതേ വാശി തന്നെയാണല്ലോ ഗൗരി നീ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നതേ. അങ്ങോട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ് ശങ്കർ അങ്ങ് കയറിപ്പോയി. അപ്പോൾ ഗൗരി ആകെ ധർമ്മസങ്കടത്തിലായി. ഇനി ശങ്കറിനെ എന്ത് പറഞ്ഞാൽ വിശ്വസിപ്പിക്കുക? ശങ്കറിൻ്റെ അച്ഛൻ എന്നോടും എൻ്റെ കുടുംബത്തോടും ചെയ്തിരിക്കുന്ന ക്രൂരത എങ്ങനെയാണ് ഞാൻ ശങ്കറിനെ പറഞ്ഞ് ബോധിപ്പിക്കുക? അപ്പോൾ ഇങ്ങനെ ഗൗരി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശങ്കർ റൂമിലുണ്ട്. ഹൈ, നീ എന്തിട്ടാ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടണ ഗൗരി? എന്നെ എതിർക്കാൻ ഇനി എന്താ വഴിയെന്ന് നീ ആലോചിച്ച് കൂട്ടുകയാണോ? ശങ്കറിനോട് ഞാൻ എന്താ ശങ്കർ പറയേണ്ടത്? ശങ്കറിൻ്റെ അച്ഛൻ നമ്മളുടെ മുന്നിൽ നാടൻ കളിക്കുക. അത് ശങ്കറിന് മനസ്സിലാവുന്നില്ല. എന്തൊട്ടാ നീ ഇപ്പോൾ പറഞ്ഞത്? എൻ്റെ അച്ഛൻ അങ്ങനെ നാടകവും സിനിമയൊന്നും കളിക്കേണ്ട ഒരാവശ്യമില്ല ഗൗരി. പുള്ളി പക്ക സ്ട്രേറ്റ് ഫോർവേഡാ. നേരെ വാ നേരെ പോ. അതാ എൻ്റെ അച്ഛൻ ചാരങ്ങാട്ട് മഹാദേവൻ്റെ ഒരു രീതി. അങ്ങനെ ശങ്കറിന് തോന്നുന്നതാ. പക്ഷെ സത്യം അതല്ല. എനിക്ക് തോന്നണതാണെന്നോ? നീ ഒന്ന് പോയെൻ്റെ ഗൗരിയെ എന്ന് പറഞ്ഞു.
നീ എൻ്റെ അച്ഛനെ കുറ്റം കണ്ടെത്താൻ വേണ്ടിയിട്ട് വെറുതെ ശ്രമിക്കരുത് കേട്ടോ. കാര്യം കുറച്ച് എഡ്യൂക്കേഷൻ കുറവാണെന്നേ ഉള്ളൂ, വേറൊരു കുഴപ്പമില്ല. പിന്നെ നിന്നെ പഠിപ്പുള്ള ടീംസിനെ പോലെ മനസ്സിലൊന്ന് വെച്ച് മറ്റൊന്നും പെരുമാറുന്ന ആ സ്റ്റൈലുണ്ടല്ലോ, അതെൻ്റെ അച്ഛനറിയില്ല. പക്ഷേ സ്ട്രെയിറ്റ് ഫോർവേഡാന്ന് പറഞ്ഞില്ലേ, അതാ ഞാൻ പറഞ്ഞത്. എൻ്റെ അച്ഛനെ നന്മയുണ്ടല്ലോ, അത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ശങ്കറിന് ഉടനെ തന്നെ അത് മനസ്സിലാവും എന്നുള്ള മട്ടിൽ ഗൗരി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ, ഇവിടുന്ന് ഈ തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് തിരുവനന്തപുരം വരെ പോയത് എന്തൊട്ടിന് വേണ്ടിയിട്ടാ? ശ്യാം സാറിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ടല്ലേ പോയത്? എന്താ അല്ല ഗൗരി? ശങ്കറിൻ്റെ അച്ഛൻ ഇലക്ഷന് ജയിക്കണം, അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്. അതിനിപ്പോൾ എന്താ? അത് നമ്മുടെ ഫാമിലിക്ക് സംബന്ധിച്ച് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? എൻ്റെ അച്ഛൻ മന്ത്രിയോ MLA ഒക്കെ ആയിക്കഴിഞ്ഞാലോ അതിലെന്താ തെറ്റ്? അതിൽ തെറ്റില്ല ശങ്കർ, പക്ഷേ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതാ തെറ്റ്. നീ നമ്മുടെ അച്ഛൻ്റെ കുറ്റം കണ്ടെത്താൻ കഷ്ടപ്പെടണ്ട കേട്ടോ. നീൻ്റെ തീരുന്നില്ല. നീ കണ്ടെത്തിയില്ലേ ആ വക്കീല്? ആ വാഷ് ഔട്ട് ടീമിൻ്റെ പേരെന്താ? ഹർഷൻ. അവനുണ്ടല്ലോ, അവൻ വെറും വാഷ് ഔട്ട് ടീമാട്ടോ. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശങ്കർ എൻ്റെ അച്ഛൻ്റെ കേസ് നമ്മുടെ ഹർഷൻ വാദിക്കുന്നതിൽ ശങ്കറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ശങ്കർ എൻ്റെ കൂടെ നിൽക്കുമോ? ഗൗരി, നീ എന്നെക്കുറിച്ച് എന്തിട്ടാ ചിന്തിച്ച് വച്ചിരിക്കണത്? നീ ഒന്ന് മനസ്സിലാക്ക. ഞാൻ നിൻ്റെ കൂടെ നിൽക്കില്ലെന്നോ? ഞാൻ എന്നെങ്കിലും നിൻ്റെ കൂടെ നിൽക്കാതിരുന്നിട്ടുണ്ടോ? ശ്യാം സാറിൻ്റെ കേസ് ആ വേട്ടാവളിയും വക്കീല് ഹർഷൻ വാദിച്ചാൽ മതിയെന്ന് നിനക്ക് നിർബന്ധമായിരിക്കും. പക്ഷേ ആര് വാദിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് പ്രശ്നമില്ല ഗൗരി. പക്ഷേ നിനക്ക് ശരി എന്തിട്ടാന്ന് തോന്നുന്നോ അത് നീ ചെയ്യ്. അവസാനം ഉണ്ടല്ലോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ റൊട്ടിക്കിടാവ് വാദിച്ചാൽ ശ്യാം സാർ കേസിൽ നിന്ന് ഊരിപ്പോരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ജയിക്കുമായിരിക്കും, കോടതി കാര്യമല്ലേ, നമുക്കിതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ തിരിഞ്ഞു മറിയും. വേറെ വല്ല വക്കീലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനിയിപ്പം അങ്ങനെ പോട്ടെ. എന്തായാലും ശ്യാം സാറിൻ്റെ വിധി അതാണെങ്കിൽ പിന്നെ അത് നടക്കട്ടെന്നേ എന്ന് പറഞ്ഞ് ശങ്കർ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോഴും ഗൗരി മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് നമ്മുടെ ശങ്കറിൻ്റെ ഈ ഓരോ വാക്കുകൾ. പിന്നെ നമ്മുടെ ഹർഷൻ വക്കീലിനെ കാണുന്നത്. അപ്പോൾ ഹർഷനെ ഇവന്മാരെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഹർഷൻ ഇങ്ങനെ ചൂടാകുകയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ. അതെ, നിങ്ങളെ ആർക്കോ വേണ്ടിയിട്ട് എൻ്റെ തലക്കടിച്ച് ആരോ പറഞ്ഞിട്ട് വേണ്ടിയിട്ടാണ് എന്നെ തട്ടിക്കൊണ്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആരാണെങ്കിലും ധൈര്യമായിട്ട് എന്നെ മുന്നിലേക്ക് വരാൻ പറ, അത് കഴിഞ്ഞ് സംസാരിക്കാം. അപ്പോൾ അതേടെ വന്നിരിക്കുകയാണ് നമ്മുടെ മഹാദേവനും അതുപോലെ തന്നെ ശേഖരനും പിള്ളച്ചേട്ടനോട് കേട്ടോ. അപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം ഹർഷനും മനസ്സിലായി. എന്നിട്ട് മഹാദേവൻ പതുക്കെ വന്നിട്ട്, അയ്യോ, നമ്മുടെ വക്കീലിന് ഗഡിയോള് നന്നായിട്ട് പെരുമാറിയ ലക്ഷണം ഉണ്ടല്ലോ, അയ്യോ എൻ്റെ നല്ല ചാമ്പിയല്ലേ എന്ന് പറഞ്ഞിട്ട് ചിരിക്കാം. എടോ പിള്ളേ, താൻ എന്താടോ പറഞ്ഞത്? വക്കീലിനെ ദേഹം ഉപദ്രവിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തൊട്ട് പരിപാടിയാടോ കാണിച്ചേക്കുന്നത്? ഇദ്ദേഹം എന്താ പറയണത്? വക്കീലിനെ നമ്മുടെ പിള്ളേർ ഒന്നും ചെയ്തിട്ടില്ല, അത് സത്യമാണേ. എടോ, അല്ലെങ്കിൽ നല്ല കീറിയ ലക്ഷണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വക്കീലൊന്ന് മൂളി. അപ്പം കാര്യം മനസ്സിലായി. അയ്യോ, ഓരോന്ന് അടയടിയായിട്ട് കൂട്ടിയാൽ മതിയെന്നേ. ശരിയല്ലേ പിള്ളേ, എന്തൊട്ട് ചെയ്യാൻ എൻ്റെ വക്കീലേ, ചെറുതായിട്ടൊന്ന് മിരട്ടാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ആണോ എന്നുള്ള മട്ടിൽ നമ്മുടെ വക്കീൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. അതെ, ശരിക്കും പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ടുവരുന്ന ടീം സേവന്മാർ. ഓയ്യോ, നമ്മൾ ചെറുതായിട്ടൊരു ബൂസ്റ്റ് ഇട്ടു, അത്രയേ ഉള്ളൂ കേട്ടോ, വെറുതെ സിമ്പിൾ എന്ന് പറഞ്ഞു മഹാദേവൻ. അതൊന്ന് ക്ഷമിക്ക് വക്കീലേ എന്നുള്ളൊരു തലയാട്ട് നല്ലൊരു പുച്ഛഭാവത്തിൽ തന്നെയാണ് നമ്മുടെ ഹർഷൻ്റെ നിപ്പ് കേട്ടോ. കൊള്ളാം, എന്നാൽ പിന്നെ ഇയാൾ നന്നായിട്ട് അഭിനയിക്കട്ടെ, ഇയാളുടെ പെർഫോമൻസ് കഴിയട്ടെ എന്നുള്ള മട്ടിൽ നല്ല ചിരിച്ച് നല്ല ലാഘവത്തോടു കൂടി തന്നെയാണ് ഹർഷൻ്റെ നിപ്പ്. നമ്മുടെ വക്കീലിന് പോകാൻ തിടുക്കുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു പിള്ളച്ചേട്ടൻ. എന്നാൽ നമ്മൾ പറയണതൊക്കെ വള്ളിപ്പുള്ളി തെറ്റാതെ അനുസരിക്കാൻ തയ്യാറായാൽ വക്കീലിനെ നമ്മൾ ജീവനോടെ തന്നെ വിടില്ലേ എന്ന് ചോദിച്ചു ശേഖരൻ. എടാ ശേഖര, നീ ഒന്ന് അടങ്ങട്ടോ, നിനക്കെന്താടാ എന്ന് ചോദിച്ചു. നമ്മുടെ വക്കീലേ നല്ല എഡ്യൂക്കേഷനുള്ള ആളാട്ടോ, അതുകൊണ്ടാണ് പറയണത്. കാര്യങ്ങൾ പറഞ്ഞാൽ ടപ്പേന്ന് മനസ്സിലാവും. അല്ല വക്കീലേ? ഭീഷണി, വരട്ടെ.
അത് ശരിക്കായിട്ട് നേരിട്ട് പറഞ്ഞാലും സ്ട്രോങ് ആയിട്ട് പറഞ്ഞാലും ലൈറ്റായിട്ട് പറഞ്ഞാലും കോമൺ സെൻസ് ഉള്ളവർക്ക് അത് മനസ്സിലാവും. എൻ്റെ മഹാദേവൻ സാറേ എന്ന് വിളിച്ചു. സംഭവേ അത് തന്നെ എൻ്റെ വക്കീലെ. ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതുമാത്രം ഉദ്ദേശം. ഓ അതാണോ? അതിൽ നിന്നില്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ സംഭവം നല്ല അടിപൊളിയായിരിക്കും. ചോരയും ഇടിയും പിടിയും ഒക്കെ ആയിട്ടേ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ലെന്നേ. അതെ, ഞാൻ പിന്നെ എന്നെ പിടിച്ചാൽ എനിക്ക് കിട്ടാൻ പറ്റില്ലെന്നേ. അതാ എൻ്റെ ഒരു രീതി. അതാ വക്കീലെ പ്രശ്നം. ശോ കഷ്ടമായിപ്പോയി എന്ന് ഹർഷൻ. അറിയാലോ. അറിയാം സാറേ, നിങ്ങളുടെ രീതി എനിക്കറിയാം. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വരെ ചാരങ്ങാട്ട് മഹാദേവൻ എന്ന സാമുദായിക സംഘടനയോടും പിന്നെ കടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാട്ടോ. ആണോ കുഞ്ഞേ? അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഇറങ്ങിയിരിക്കുന്നത് അല്ലയോ എന്ന് ചോദിച്ചു. ഒരു കണക്കിന് നന്നായില്ലേ അത്? നമുക്കിനി കാര്യങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് നടക്കും അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ മഹാദേവൻ നോക്കിയിട്ട് ഈസി ആണോ അല്ലയോ എന്നൊക്കെ വക്കീൽ ചുള്ളൻ തീരുമാനിക്കട്ടെ അല്ലേ വക്കീലേ എന്ന് ചോദിച്ചു. അല്ല, എന്തുട്ടാ വക്കീലിൻ്റെ ഫൈനൽ ഡിസിഷൻ പറ എന്ന് പറഞ്ഞു മഹാദേവൻ. അപ്പം നല്ല സ്റ്റൈലായിട്ട് നല്ല ചിരിച്ച പടി തന്നെ നിൽക്കുകയാണ് നമ്മുടെ ഹർഷൻ. നല്ല ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻസോടെ തന്നെ. അങ്ങനെ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.